നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനെ പറ്റിയാണ്. കണ്ടിന്യൂസ് ടെൻസ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ടെൻസ് തുടർച്ചയെ കാണിക്കുന്നതാണ്. ING ഫോമാണ് വെർബിൻ്റെ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാലോ ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയ ഫ്യൂച്ചറിൽ തുടരുന്ന ക്രിയകളെയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ചേർക്കുന്നത് അല്ലേ. ഫ്യൂച്ചറിൽ തുടരുന്ന ക്രിയകൾക്ക് വേണ്ടിയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് to identify the tenses or verb in future continuous that are continuous in future time. For example, subject will be, shall be, ing. അതായത് ബിയുടെ ഫോംസ് ആണ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ചേർക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ആ ഫോംസ് കാണാതെ പഠിച്ചു വെച്ചോണം. പ്രസൻറ്റ് ടെൻസിൽ ഈസ്, ആം, ആർ, പാസ്റ്റ് വാസ്, വെയർ, ഫ്യൂച്ചർ വിൽ ബി, ഷാൾ ബി. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? ഫസ്റ്റ് പേഴ്സണ് ആയ ഐ, വി, ഷാളാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞു. ഐ ഷാൾ ബി, സ്പീക്ക് ആണെങ്കിൽ സ്പീക്കിൻ്റെ ING ഫോം എടുക്കുക, ഷാൾ ബി ചേർക്കുക. ഐ ഷാൾ ബി സ്പീക്കിംഗ്, വി ഷാൾ ബി സ്പീക്കിംഗ്. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഇനി സെക്കൻഡ് പേഴ്സൺ ആണെങ്കിൽ എന്താണ്? യു അല്ലേ. യു ആണെങ്കിൽ വിൽ, യു വിൽ ബി. വിസിറ്റ് ആണെങ്കിൽ വിസിറ്റിംഗ്, യു വിൽ ബി വിസിറ്റിംഗ്. നിങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നിങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുക ആയിരിക്കും. ഫ്യൂച്ചർ ടൈമാണ് ഓർത്തോണം. ദേ ആണെങ്കിൽ എങ്ങനെയാണ്? ദേ വിൽ ബി, ദേ വിൽ ബി. ഗോയ് ആണെങ്കിൽ ഗോയിങ്, ദേ വിൽ ബി ഗോയിങ്. ഹി വിൽ ബി സിംഗിങ്, ഷീ വിൽ ബി ഈറ്റിംഗ്. ദേ വിൽ ബി ഗോയിങ്, അവർ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. ഹി വിൽ ബി സിംഗിങ്, അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഷീ വിൽ ബി ഈറ്റിംഗ്, അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ടീച്ച് ആണെങ്കിൽ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ടോട്ട്, നെക്സ്റ്റ് വെർബ് V3 ടോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഐ ആണെങ്കിൽ ഐ ഷാൾ ബി ടീച്ചിങ്, വി ഷാൾ ബി ടീച്ചിങ്, യു വിൽ ബി ടീച്ചിങ്, ഹി വിൽ ബി ടീച്ചിങ്, ഷീ വിൽ ബി ടീച്ചിങ്, ദേ വിൽ ബി ടീച്ചിങ്. അണ്ടർസ്റ്റാൻഡ്? വിസിറ്റ് ആണെങ്കിലോ ഐ ഷാൾ ബി വിസിറ്റിംഗ്, വി ഷാൾ ബി വിസിറ്റിംഗ്, യു വിൽ ബി വിസിറ്റിംഗ്, ഹി വിൽ ബി വിസിറ്റിംഗ്, ഷീ വിൽ ബി വിസിറ്റിംഗ്. ഗോയ് ആണെങ്കിൽ ഐ ഷാൾ ബി ഗോയിങ്, വി ഷാൾ ബി ഗോയിങ്, യു വിൽ ബി ഗോയിങ്, ഹി വിൽ ബി ഗോയിങ്, ഷീ വിൽ ബി ഗോയിങ്, ദേ വിൽ ബി ഗോയിങ്. പണിഷ് ആണെങ്കിൽ യു വിൽ ബി പണിഷിങ്, ഹി വിൽ ബി പണിഷിങ്, ഷീ വിൽ ബി പണിഷിങ്, ദേ വിൽ ബി പണിഷിങ്. ഈറ്റ്, യു വിൽ ബി ഈറ്റിംഗ്, ഹി വിൽ ബി ഈറ്റിംഗ്, ഷീ വിൽ ബി ഈറ്റിംഗ്, ദേ വിൽ ബി ഈറ്റിംഗ്, ഐ ഷാൾ ബി ഈറ്റിംഗ്, വി ഷാൾ ബി ഈറ്റിംഗ്. സ്പീക്ക്, ഐ ഷാൾ ബി സ്പീക്കിംഗ്, വി ഷാൾ ബി സ്പീക്കിംഗ്, യു വിൽ ബി സ്പീക്കിംഗ്, he will be speaking, she will be speaking, they will be speaking. Understand? Read ആണല്ലോ I shall be reading, we shall be reading, you will be reading, he will be reading, she will be reading, they will be reading.